ഒരു ചെറിയ ഗ്രാമത്തിൽ വയലുകൾക്കും പുഴയ്ക്കുമരികിലായി ചിത്ര എന്നൊരു പെൺകുട്ടി താമസിച്ചിരുന്നു. അവൾക്ക് 10 വയസ്സായിരുന്നു പ്രായം. ചിത്രയുടെ ലോകം അവളുടെ വീടും അടുത്തുള്ള സ്കൂളും കളിക്കൂട്ടുകാരുമായിരുന്നു. അവൾക്ക് പ്രകൃതിയോട് വലിയ ഇഷ്ടമായിരുന്നു. രാവിലെ ഉണരുമ്പോൾ കിളികളുടെ പാട്ടും വൈകുന്നേരം അസ്തമയ സൂര്യൻ പുഴയിൽ സ്വർണം പൂശുന്നതും കാണാൻ അവൾക്കേറെ ഇഷ്ടം. ചിത്രയുടെ അച്ഛൻ ഒരു കർഷകനായിരുന്നു. അമ്മ വീട്ടുകാര്യങ്ങൾ നോക്കി. അവർക്ക് അധികം സമ്പാദ്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും സ്നേഹവും സന്തോഷവും നിറഞ്ഞൊരു കുടുംബമായിരുന്നു അവരുടേത്. ചിത്ര പഠിക്കാൻ മിടുക്കിയായിരുന്നു. അവളുടെ ടീച്ചർമാർക്ക് അവളെ വലിയ കാര്യമായിരുന്നു. ഭാവിയിൽ വലിയ നിലയിലെത്താൻ ചിത്രയ്ക്ക് കഴിയുമെന്ന് അവർ പറയുമായിരുന്നു. ഒരു ദിവസം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ചിത്ര ഒരു പുതിയ കാഴ്ച കണ്ടു. അവരുടെ ഗ്രാമത്തിന്റെ അതിരിലുള്ള പഴയ കെട്ടിടത്തിൽ കുറച്ച് ആളുകൾ പണിയെടുക്കുന്നു. അത് വർഷങ്ങളായി ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു പഴയ ഫാക്ടറിയായിരുന്നു. അവിടെ എന്താ നടക്കുന്നതച്ഛാ? ചിത്ര വൈകുന്നേരം അച്ഛനോട് ചോദിച്ചു. അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊരു പുതിയ കമ്പനിയാണ് മോളെ. ഒരുപാട് പേർക്ക് ജോലി കിട്ടും അവിടെ. നമ്മുടെ ഗ്രാമത്തിന് അതൊരു വലിയ മാറ്റമായിരിക്കും. ചിത്രയ്ക്ക് ആ വാർത്ത കേട്ടപ്പോൾ സന്തോഷമായി. കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടുന്നത് നല്ല കാര്യമാണല്ലോ. പക്ഷേ അവളുടെ മനസ്സിൽ ഒരു ചെറിയ ആശങ്കയും തോന്നി. ഈ മാറ്റങ്ങൾ അവരുടെ ഗ്രാമത്തെ എങ്ങനെ ബാധിക്കും? വയലുകൾക്കും പുഴയ്ക്കും എന്തെങ്കിലും സംഭവിക്കുമോ? അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അന്ന് രാത്രി. ജനലിലൂടെ പുറത്തേക്ക് നോക്കി അവൾ പുതിയ ഫാക്ടറിയുടെ വെളിച്ചം കണ്ടു. അതൊരു പുതിയ തുടക്കമാണോ അതോ? പുതിയ ഫാക്ടറിയുടെ പണി വേഗത്തിൽ മുന്നോട്ടു പോയി. ദിവസങ്ങൾക്കുള്ളിൽ കൂറ്റൻ യന്ത്രങ്ങൾ എത്തിക്കാൻ തുടങ്ങി. ഗ്രാമത്തിലെ പലർക്കും അവിടെ ജോലി കിട്ടി. ചിത്രയുടെ അച്ഛന്റെ കൂട്ടുകാരായ പലരും രാവിലെ ഫാക്ടറിയിലേക്ക് പോകുന്നത് ചിത്ര കണ്ടു. അവർക്ക് നല്ല ശമ്പളം കിട്ടാൻ തുടങ്ങിയതോടെ ഗ്രാമത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. കടകളിൽ പുതിയ സാധനങ്ങളെത്തി. ആളുകൾക്ക് കൂടുതൽ പണം ചെലവഴിക്കാൻ സാധിച്ചു. ആദ്യമൊക്കെ ചിത്രയ്ക്ക് സന്തോഷമായിരുന്നു. അവളുടെ കൂട്ടുകാരി മീനുവിന്റെ അച്ഛനും ഫാക്ടറിയിൽ ജോലി കിട്ടിയിരുന്നു. മീനു പുതിയ ഉടുപ്പുകൾ വാങ്ങിയതും നല്ല കളർ പെൻസിലുകൾ കിട്ടിയതും ചിത്രയോട് ആവേശം കൊണ്ട് പറയുമായിരുന്നു. പക്ഷേ പതിയെ ചിത്രയുടെ ആശങ്കകൾ സത്യമായി തുടങ്ങി. ഫാക്ടറിയിൽ നിന്ന് വലിയ ശബ്ദങ്ങൾ വരാൻ തുടങ്ങി. രാവും പകലും യന്ത്രങ്ങളുടെ മുരൾച്ച. അത് കിളികളുടെ പാട്ടുകളെ ഇല്ലാതാക്കി. പുഴയുടെ നിറം പതിയെ മാറിത്തുടങ്ങി. ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യം പുഴയിലേക്കൊഴുക്കുന്നുണ്ടെന്ന് ചിത്രയ്ക്ക് തോന്നി. മീനുകൾ ചത്തുപൊങ്ങാൻ തുടങ്ങി. മീൻപിടുത്തക്കാർക്ക് പുഴയിൽ നിന്ന് ഒന്നും കിട്ടാതായി. പാടങ്ങളിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. നെൽച്ചെടികൾക്ക് പഴയ പച്ചപ്പില്ലായിരുന്നു. വിളവ് കുറഞ്ഞു. അച്ഛനും മറ്റു കർഷകരും വിഷമിച്ചിരുന്നു. പുഴ മലിനമാകുന്നതുകൊണ്ടാ മോളെ, പാടത്തും വെള്ളം കുറവാണ്. ഒരു ദിവസം അച്ഛൻ ചിത്രയോട് പറഞ്ഞു. അച്ഛന്റെ മുഖത്ത് വലിയ വിഷമമുണ്ടായിരുന്നു. ചിത്രയ്ക്ക് സ്കൂളിൽ പോകാൻ പോലും മടി തോന്നിത്തുടങ്ങി. അവൾക്ക് പഴയ ഗ്രാമത്തെയായിരുന്നു ഇഷ്ടം. കിളികളുടെ പാട്ടും തെളിഞ്ഞ പുഴയും പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും. ഈ മാറ്റങ്ങൾ എങ്ങോട്ടാണ് ഗ്രാമത്തെ കൊണ്ടുപോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ ഫാക്ടറിയുടെ നേരെ നോക്കി. വലിയ പുകക്കുഴലുകളിൽ നിന്ന് കറുത്ത പുക ആകാശത്തേക്കുയരുന്നത് കണ്ടപ്പോൾ അവളുടെ കുഞ്ഞു മനസ്സിൽ ഒരു ഭയം തോന്നി. ഈ ഭീമാകാരമായ കെട്ടിടം അവരുടെ ഗ്രാമത്തിന്റെ ജീവൻ നശിപ്പിക്കുകയാണോ? ഗ്രാമത്തിൽ രോഗങ്ങൾ കൂടി വന്നു. കുട്ടികൾക്ക് ചുമയും പനിയും സാധാരണമായി. വൃദ്ധർക്ക് ശ്വാസം മുട്ടൽ തുടങ്ങി. ആശുപത്രിയിൽ തിരക്കായി. ഡോക്ടർമാർ ഫാക്ടറിയിൽ നിന്നുള്ള മലിനീകരണമാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞു. ചിത്രയുടെ കൂട്ടുകാരി മീനുവിനും ചുമ വന്നു. അവൾക്ക് സ്കൂളിൽ വരാൻ കഴിഞ്ഞില്ല. ചിത്രയ്ക്ക് സങ്കടം സഹിക്കാനായില്ല. അവൾ ഫാക്ടറി മാനേജരെ കാണാൻ തീരുമാനിച്ചു. അച്ഛൻ ആദ്യം സമ്മതിച്ചില്ല. മോളെന്തിനാ ഇക്കാര്യത്തിൽ ഇടപെടുന്നത്? അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല, അച്ഛൻ പറഞ്ഞു. പക്ഷേ ചിത്ര ഉറച്ചുനിന്നു. നമ്മുടെ ഗ്രാമത്തെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അച്ഛാ. മീനുവിന് സുഖമില്ല. എല്ലാവർക്കും അസുഖങ്ങളാണ്. ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും. അച്ഛന് ചിത്രയുടെ ധൈര്യം കണ്ടപ്പോൾ അഭിമാനം തോന്നി.
അടുത്ത ദിവസം രാവിലെ ചിത്രയും അച്ഛനും കൂടി ഫാക്ടറിയിലേക്ക് പോയി. ഫാക്ടറിയുടെ വലിയ ഗേറ്റിനു മുന്നിൽ കാവൽക്കാരുണ്ടായിരുന്നു. അവർ ചിത്രയെ ഉള്ളിൽ കടത്തിവിട്ടില്ല. കുട്ടികൾക്ക് പ്രവേശനമില്ല, കാവൽക്കാരൻ പറഞ്ഞു. ചിത്ര പിന്മാറിയില്ല. അവൾ ഗേറ്റിന്റെ മുന്നിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് മാനേജരെ കാണണം. ഞങ്ങളുടെ പുഴയെയും പാടങ്ങളെയും നശിപ്പിക്കരുത്. ഞങ്ങൾക്ക് ശുദ്ധമായ വെള്ളവും വായുവും വേണം. ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി. ചില തൊഴിലാളികൾ പുറത്തേക്ക് വന്നു. മാനേജർക്ക് ഈ ബഹളം കേട്ട് പുറത്തേക്ക് വരേണ്ടി വന്നു. അയാൾ ചിത്രയെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. എന്താ കുട്ടിക്ക് വേണ്ടത്? അയാൾ ചോദിച്ചു. ചിത്ര ധൈര്യത്തോടെ മുന്നോട്ട് ചെന്ന് പറഞ്ഞു, ഞാൻ ചിത്ര, ഈ ഗ്രാമത്തിലെ കുട്ടിയാണ്. നിങ്ങളുടെ ഫാക്ടറി ഞങ്ങളുടെ ഗ്രാമത്തെ നശിപ്പിക്കുകയാണ്. പുഴ മലിനമായി, പാടങ്ങൾ ഉണങ്ങുന്നു, ആളുകൾക്ക് രോഗങ്ങൾ വരുന്നു. ഇത് ശരിയല്ല. മാനേജർക്ക് ദേഷ്യം വന്നു. കുട്ടിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞങ്ങൾ ഈ ഗ്രാമത്തിന് ജോലിയും പണവുമാണ് തരുന്നത്. പക്ഷേ ജീവൻ ഇല്ലാതാക്കിയിട്ട് പണം എന്തിനാണ്? ചിത്ര തിരിച്ചു ചോദിച്ചു. അവളുടെ കണ്ണുകളിൽ നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. മാനേജർക്ക് ഒരു മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഈ ചെറിയ കുട്ടിയുടെ വാക്കുകൾ അയാളെ ചിന്തിപ്പിച്ചു. അയാൾക്ക് പെട്ടെന്ന് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ചിത്രയുടെ വാക്കുകൾ ഫാക്ടറി മാനേജരെ ശരിക്കും ചിന്തിപ്പിച്ചു. ഒരു ചെറിയ കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യം അയാളുടെ ഉറക്കം കെടുത്തി. അയാൾക്ക് ഗ്രാമവാസികളുടെ വിഷമങ്ങൾ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല. ജീവൻ ഇല്ലാതാക്കിയിട്ട് പണം എന്തിനാണ് എന്ന ചിത്രയുടെ ചോദ്യം അയാളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അടുത്ത ദിവസം മാനേജർ ഒരു പ്രധാന മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ഫാക്ടറിയിലെ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. മാനേജർ ചിത്രയെക്കുറിച്ച് അവരോട് പറഞ്ഞു. ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ വിശദീകരിച്ചു. ചില ഉദ്യോഗസ്ഥർക്ക് ആദ്യം ഇതിൽ താൽപ്പര്യമില്ലായിരുന്നു. നമ്മുടെ ലാഭം കുറയും, അവർ പറഞ്ഞു. ലാഭം മാത്രം പോരാ, മാനേജർ ദൃഢമായി പറഞ്ഞു. നമ്മൾ ഈ ഗ്രാമത്തിൽ നിന്നാണ് ലാഭം ഉണ്ടാക്കുന്നത്. ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ നമുക്ക് എങ്ങനെ സമാധാനമായി ഉറങ്ങാൻ കഴിയും? ഈ ഫാക്ടറിക്ക് ആധുനിക മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ സ്ഥാപിക്കണം. പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നത് നിർത്തണം. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കണം. ഇതൊരു വലിയ തീരുമാനമായിരുന്നു. ഇതിനൊരുപാട് പണം ചെലവാകും. പക്ഷേ മാനേജർ തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. തൊഴിലാളികൾക്ക് ശുചിത്വത്തെക്കുറിച്ചും മാലിന്യം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതിനെക്കുറിച്ചും പരിശീലനം നൽകി. ദിവസങ്ങൾ കടന്നുപോയി. പതിയെ പതിയെ ഗ്രാമത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഫാക്ടറിയിൽ നിന്നുള്ള ശബ്ദം കുറഞ്ഞു. പുകക്കുഴലുകളിൽ നിന്ന് കറുത്ത പുക വരുന്നത് നിലച്ചു. പുഴയുടെ നിറം പതിയെ തെളിഞ്ഞു തുടങ്ങി. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മീനുകൾ തിരിച്ചു വന്നു. മീൻപിടുത്തക്കാർക്ക് വീണ്ടും മീൻ കിട്ടാൻ തുടങ്ങി. പാടങ്ങളിൽ വീണ്ടും പച്ചപ്പ് വന്നു. കർഷകർക്ക് സന്തോഷമായി. ഗ്രാമത്തിലെ ആളുകൾക്ക് രോഗങ്ങൾ കുറഞ്ഞു. മീനു സ്കൂളിൽ തിരികെ എത്തി. അവൾക്ക് പഴയതുപോലെ ഓടിച്ചാടി നടക്കാൻ കഴിഞ്ഞു. ചിത്രയ്ക്ക് സന്തോഷം മറയ്ക്കാനായില്ല. അവൾ രാവിലെ പുഴയുടെ അടുത്തേക്ക് പോയി. തെളിഞ്ഞ വെള്ളത്തിൽ മുഖം നോക്കി ചിരിച്ചു. കിളികളുടെ പാട്ടുകൾ വീണ്ടും കേട്ടു. അച്ഛൻ സന്തോഷത്തോടെ നെൽകൃഷി ചെയ്യുന്നത് കണ്ടു. ഗ്രാമത്തിലെ ആളുകൾ ചിത്രയെ ഒരു ചെറിയ നായികയെപ്പോലെ കണ്ടു. അവൾ കാരണം അവരുടെ ഗ്രാമം പഴയതുപോലെ മനോഹരമായി മാറി. ഒരു ചെറിയ കുട്ടിയുടെ ധൈര്യവും ആത്മാർത്ഥതയും ഒരു വലിയ മാറ്റത്തിന് കാരണമായി. ചിത്ര പഠിച്ചു, ഒരു ചെറിയ ശബ്ദത്തിന് പോലും ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന്. അവൾക്ക് തന്റെ ഗ്രാമത്തെയും പ്രകൃതിയെയും സംരക്ഷിക്കാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനം തോന്നി.